എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ 6th ചാപ്റ്ററാണ്. അതായത് ഗദ്യത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ശുക്ർ താരെ കെ സമാൻ. ഇത് എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ ലേഖക് സ്വാമി ആനന്ദാണ്. അദ്ദേഹം ഗുജറാത്തി ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് കാശിനാഥ് ത്രിവേദി ആണ് ഇതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അനുവാദക് അഥവാ ട്രാൻസ്ലേറ്റർ ആണ് കാശിനാഥ് ത്രിവേദി. ശുക്ർ താരെ കെ സമാൻ. താര എന്നാൽ നക്ഷത്രം. ശുക്ർ താര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രന് നമ്മൾ മലയാളത്തിലും പറയും, വീനസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ വീനസിനെ പോലെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീനസ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറാണ്, അഥവാ ഏറ്റവും പ്രകാശമുള്ളതാണത്. പക്ഷേ അത് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മൾക്ക് ആകാശത്തിൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ശുക്രതാരെ പോലെ, ആ വീനസിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മഹാദേവ് ഭായി ദേശായി എന്ന ക്യാരക്ടറാണ്. അപ്പോൾ മഹാദേവ് ഭായി ദേശായിയെ കുറിച്ചിട്ടാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ എല്ലാത്തിലും ഏതിനും എന്തിനും കൂടെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളാണ് മഹാദേവ് ഭായി ദേശായി. പറഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് എന്തിനും സഹായിച്ചുകൊണ്ട് കൂടെ നിന്ന ഒരാളായിരുന്നു, വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരുന്നു മഹാദേവ് ഭായി ദേശായി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് ശുക്ർ താരയ്ക്ക് സമാൻ, ശുക്രതാര പോലെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് എഫക്റ്റീവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങാം. ആകാശ് കെ താരോ മേ ശുക്ർ കി കോയി ജോഡ് നഹി. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ശുക്രൻ്റെ പകരം വയ്ക്കാൻ ഒന്നുമില്ല, അഥവാ ശുക്രൻ്റെ തുല്യമായിട്ട് ഒന്നുമില്ല. കോയി ജോഡ് നഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുല്യമായിട്ടൊന്നുമില്ല. ശുക്ര ചന്ദ്ര കാ സാത്തി മാനാ ഗയാ ഹെ. ശുക്രനെ ചന്ദ്രൻ്റെ കൂടെയുള്ളതായിട്ടാണ് വിശ്വസിച്ചു പോകുന്നത്. ഉസ്കി ആഭാപ്രഭ കാ വർണ്ണൻ കർണേ മേ സംസാർ കെ കവി ഥക്കേ നഹി. അതിൻ്റെ ആഭാപ്രഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമക്ക്, തേജ് എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ തിളക്കം, അതിൻ്റെ ശക്തി, പറഞ്ഞാൽ അതിൻ്റെ പ്രകാശം. അതിൻ്റെയൊക്കെ വർണ്ണന ചെയ്യാൻ, അതിനെയൊക്കെ വർണ്ണിക്കാൻ ലോകത്തിലെ വർണ്ണിച്ച് ഒരു കവിയും ക്ഷീണിച്ചു പോവില്ല. അതിൻ്റെ അർത്ഥം അത്ര പറയാനുണ്ട്. ഫിർ ഭി നക്ഷത്രമണ്ഡൽ മേ കൽ ഗി രൂപ ഇസ് തേജസ്വി താരെ കോ ദുനിയ യാ തോ ഏൻ ശാം കെ സമയ. ഫിർ ഭി നക്ഷത്രമണ്ഡൽ, എന്നാലും ഈ നക്ഷത്രമണ്ഡൽ അഥവാ താരസമൂഹ്, ഈ നക്ഷത്രക്കൂട്ടത്തിൽ കൽഗി രൂപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയിലിൻ്റെ തലയിൽ ഇങ്ങനെ മുകുട് പോലെ ഉണ്ടാവില്ലേ, ഒരു കിരീടം പോലെ ഉണ്ടാവില്ലേ തലയുടെ നേരെ മേലെ. അപ്പോൾ ആ മുകുടം പോലുള്ള, കിരീടം പോലുള്ളതിൻ്റെ ടോപ്പിലെ ഏറ്റവും ടിപ്പിലുള്ള ഭാഗമില്ലേ, അതാണ് കൽഗി രൂപ് എന്ന് പറയുന്നത്, ഒരു കിരീടം വെച്ച പോലെ. അപ്പോൾ അതിൻ്റെ ആ രൂപത്തിൽ ഇസ് തേജസ്വി താരേക്കോ ദുനിയ യാ തോ ആൻ ഷാം കെ സമയ. അപ്പോൾ ഈ തേജസ്വിയായിട്ടുള്ള ഈ നക്ഷത്രത്തിന് ലോകത്തിൽ ഏൻ ഷാം കെ സമയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഠീക് ഷാം കെ സമയ, കൃത്യം, എന്ന് വെച്ചാൽ കൃത്യം വൈകുന്നേര സമയത്ത്, ബഡേ സവേരെ ഘണ്ടേ ദോ ഘണ്ടേ സെ അധിക് ദേഖ് നഹി പാത്തെ. അതിരാവിലെ, ബഡേ സവേരെ അതിരാവിലെ, ഘണ്ടേ ദോ ഘണ്ടേ 1 മണിക്കൂർ 2 മണിക്കൂർ അതിൽ കൂടുതൽ കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം വളരെ കുറഞ്ഞ സമയമാണിത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. രാവിലെ 1-2 മണിക്കൂറും രാത്രി വളരെ കുറച്ച് നേരവും മാത്രം. इस तरह भाई महादेव जी आधुनिक भारत की स्वतंत्रता के उषा काल में अपनी वैसे ही आभा से हमारे आकाश को जगमगाकर. അപ്പോൾ ഇതേപോലെ ഏറ്റവും കുറഞ്ഞ സമയമാണ്, പക്ഷേ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്രകാശം കൂടുതലുള്ള സ്റ്റാറാണ്. അതേപോലെ തന്നെ ഇസി തര ഭായി മഹാദേവ് ജി ആധുനിക് ഭാരത് കി സ്വതന്ത്രത കെ ഉഷാകാൽ മേ, ആധുനിക ഭാരതത്തിൻ്റെ ഉഷാകാൽ മേ രാവിലെ സമയത്ത് അപ്പനി വേസെ ഹി ആഭാസെ, തൻ്റെ അതേപോലെയുള്ള ഭംഗി കൊണ്ട് ഈ നക്ഷത്രം എങ്ങനെയാണോ അതിൻ്റെ പ്രകാശം പരത്തണത്, അതുപോലെ തന്നെ ഭംഗി കൊണ്ട് ഹമാരെ ആകാശ് കോ ജഗ്മഗാക്കർ, നമ്മളുടെ ആകാശത്തിന്, അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാരതത്തിന്, ജഗ്മഗാക്കർ മൊത്തം തിളക്കം നൽകിക്കൊണ്ട്, ദേശ് ഓർ ദുനിയാക്കോ മുഗ്ധ് കർക്കെ, ഈ രാജ്യത്തിനെയും ലോകത്തിനെയും എല്ലാം മോഹിപ്പിച്ചുകൊണ്ട് ശുക്ർ താരെ കി തരഹി, ശുക്ർ താരയെ പോലെ തന്നെ അച്ചാനക് അസ്ത് ഹോ ഗയേ, പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയി. പറഞ്ഞാൽ അത് 1-2 മണിക്കൂർ തൻ്റെ പ്രകാശം പരത്തി എല്ലാവരെയും ആകർഷിച്ച് പിന്നെ അസ്തമിച്ചു പോണ പോലെ തന്നെ പിന്നെ മഹാദേവ് ജിയും അതുപോലെ തന്നെ അവരുടെ ജീവിതം ആയിപ്പോയി.
सेवा धर्म का पालन करने के लिए इस धरती पर जन्मे स्वर्गीय महादेव ദേശാജി സേവാധർമ്മിനെ പാലിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം സർവീസ്. സേവാധർമ്മം എന്ന് വെച്ചാൽ സേവ ചെയ്യുക അത്ര തന്നെ. പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവരുടെയും സേവ ചെയ്യുക, എല്ലാ ധർമ്മങ്ങളും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇസ് ധർത്തി പർ ജന്മേ, ഈ ഭൂമിയിൽ ജനിച്ച സ്വർഗീയ മഹാദേവ് ദേശായി ഗാന്ധിജിക്ക് മന്ത്രി തേ, ഗാന്ധിജിയുടെ മന്ത്രിയായിരുന്നു. मित्रों के बीच विनोद में अपने को गांधी जी का हम्माल कहने में, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വിനോദ് മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശയ്ക്ക്, മസാഖ് മേ, തന്നെ തന്നെ, അപ്നേക്കോ തന്നെ തന്നെ, ഗാന്ധിജി കാ ഹമ്മാൽ കഹനെ മേ, ഹമ്മാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുലി അഥവാ ബോജ് ഉഠാനെ വാല എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കുലി അറിയാമല്ലോ, നമ്മൾ സ്റ്റേഷനിലൊക്കെ കാണില്ലേ, പിന്നെ ഭാരം ചുമക്കുന്ന ആൾ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തമാശയായിട്ട് ഗാന്ധിജിയുടെ ഹമ്മാലാണ് എന്ന് പറയാനും, പിന്നെ ഓർ കഭി കഭി അപ്ന പരിചയ് ഉൻകെ പീർ ബാവർച്ചി ബിസ്തി ഘർ കെ രൂപ് മേ ദേനെ മേ, ചില സമയത്ത് എങ്ങനെയാണ് പറയുക, തൻ്റെ പരിചയം പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പീർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാവ്, ബാവർച്ചി എന്ന് വെച്ചാൽ കുക്ക്, ബിസ്തി എന്ന് വെച്ചാൽ മഷക് സേ പാനി ധോനെ വാല എന്ന് പറയും. മഷക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തോലിൻ്റെ അല്ലെങ്കിൽ വെളിയിൽ ഇങ്ങനെ കോട്ടൺ പോലെ കാണും, ഇങ്ങനെ അതുപോലത്തുള്ള സഞ്ചി വരും, അതിൽ വെള്ളം നിറച്ച് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന ഒരാൾ. പിന്നെ ഖർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗദ അഥവാ ഘാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കഴുത, ഗദ എന്ന് വെച്ചാൽ, ഘാസ് എന്ന് വെച്ചാൽ പുല്ല്. അതിൻ്റെ അർത്ഥം എന്താ, തുച്ഛമായിട്ട് അല്ലെങ്കിൽ ഒരു വട്ടൻ വിഡ്ഢി എന്നൊക്കെ ഉള്ള രൂപത്തിൽ. അപ്പോൾ ഇതിൽ എല്ലാം വന്നു, നല്ലതും നന്നല്ലാത്തതും എല്ലാം വന്നു. അപ്പോൾ തൻ്റെ പരിചയം ഈ രൂപത്തിലൊക്കെയാണ് എന്ന് വേ ഗൗരവ് കാ അനുഭവ് കിയാ കർത്തേത്തെ എന്ന് പറയാൻ ഒരു മടിയും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗൗരവത്തോടെ അങ്ങനെ പറയുമായിരുന്നു. ഗാന്ധിജി കെ ലിയെ വേ പുത്ര സെ ഭി അധിക് തേ, ഗാന്ധിജിക്ക് അദ്ദേഹത്തിനെ പുത്രനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ജബ് സൺ 1917 മേ വേ ഗാന്ധിജിക്ക് പാസ് പहुंचे थे, 1917 അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത് എത്തിയിരുന്ന സമയത്ത് തബി ഗാന്ധിജിനെ ഉनको തത്കാൽ പെഹചാൻ ലിയ, അപ്പം തന്നെ ഗാന്ധിജി അദ്ദേഹത്തിനെ നല്ലപോലെ മനസ്സിലാക്കി, എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഓർ ഉनको अपने ഉത്തരാധികാരി കാ പദ് സौंप दिया, എന്നിട്ട് തൻ്റെ ഉത്തരാധികാരിയായിട്ടുള്ള പറഞ്ഞാൽ തൻ്റെ ശേഷം അല്ലെങ്കിൽ തൻ്റെ ആബ്സെൻസിൽ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരാളായിട്ട് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു. കാരണം നന്നായി മനസ്സിലാക്കി എങ്ങനെയാണെന്ന്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. सन 1919 में जालियनवाला बाग के हत्याकांड के दिनों में पंजाब जाते हुए गांधी जी को पलवल स्टेशन पर गिरफ्तार किया गया था. 1919 ജാലിയൻവാല ബാഗ് ഹത്യാകാണ്ടിൻ്റെ ആ ദിവസങ്ങളിൽ പഞ്ചാബ് പോകുന്ന സമയത്ത് ഗാന്ധിജിയെ അതിൻ്റെ വഴിയിലുള്ള പൽവൽ എന്ന സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഗാന്ധിജിനെ ഉസി സമയ മഹാദേവ് ഭായി കോ അപ്ന വാരിസ് കഹാ ഥ, ആ സമയത്ത് ഗാന്ധിജി ഈ മഹാദേവ് ഭായിയെ തൻ്റെ വാരിസാണ്, അതിൻ്റെ അർത്ഥം തൻ്റെ ഉത്തരാധികാരി എന്ന് പറഞ്ഞില്ലേ, അതേ തന്നെയാണ് അർത്ഥം, സക്സസർ അതിൻ്റെ അർത്ഥം ആണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. सन 1929 में महादेव भाई आसेतु हिमाचल देश के चारों कोने में समूचे देश के दुलारे बन चुके थे. പിന്നെ 1929 മഹാദേവ് ഭായി ആസേതു ഹിമാചൽ എന്ന് വെച്ചാൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. സേതു ബന്ദ് രാമേശ്വർ സേ ഹിമാലയ് തക്ക വിസ്തീർണ, സേതു ബന്ദ് രാമേശ്വർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്തിലാണ്, എല്ലാവർക്കും അറിയാം രാമേശ്വരം തന്നെയാണ്. ഹിമാചൽ തക്ക, ഹിമാചൽ വരെയുള്ള വിസ്തീർണം അഥവാ ദൂരം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം സൗത്തിലെ രാമേശ്വരം തൊട്ടിട്ട് ഹിമാചൽ നോർത്തിൽ ആ തല വരെയുള്ള ദൂരം, ആ ദൂരം മുഴുവനും, അതിൻ്റെ അർത്ഥം അത്രയും സ്ഥലത്ത്, അത്രയും ഭാഗത്ത്, ദേശ് കെ ചാറോ കോനോമേ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതിൻ്റെ അർത്ഥം 4 വശത്തും, സമൂച്ചെ ദേശ് കെ ദുലാരെ ബൻചുക്കേത്തെ, സമൂച്ചെ ദേശ് കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശം മുഴുവനും, ദേശത്തിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ ദുലാരെ എന്ന് വെച്ചെങ്കിൽ പ്യാരെ, ഇഷ്ടപ്പെട്ട ആൾ, ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരുന്നു. ആര്? മഹാദേവ് ഭായി. ഇസി ബീച്ച് പഞ്ചാബ് മേ ഫൗജി ശാസൻ കെ കാരൻ, ഇതിൻ്റെ ഇടയിൽ പഞ്ചാബിലെ ഫൗജി ശാസൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനിക ഭരണം അഥവാ മിലിറ്ററി റൂള്, അതിൻ്റെ കാരണത്താൽ ജോ കഹർ ബർസായ ഗയാത്ത, കഹർ ബർസാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാശം വിതയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ആഫത്ത് കർണ അല്ലെങ്കിൽ തഹൽക്ക മച്ചാന എന്നൊക്കെ പറയാം. ഹവോക്ക്, കെഹർ എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്, ക്രോധ്, ഗുസ്സ എന്നൊക്കെ പറയാം. പറഞ്ഞാൽ സൈനിക ഭരണത്തിൻ്റെ കാരണം, മിലിറ്ററി റൂളിൻ്റെ കാരണം എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഉസ്ക ബ്യോറ റോജ് ആനേലക, അതിൻ്റെ ഡീറ്റെയിൽസ്, ബ്യോറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ അഥവാ ഡീറ്റെയിൽസ് ഓരോ ദിവസവും വന്നു തുടങ്ങി. പഞ്ചാബ് കെ അധികतर നേതാവോं को गिरफ्तार करके फौजी कानून के तहत जन्म कैद की सजाएं देकर, അപ്പോൾ പഞ്ചാബിലെ അധികतर നേതാവോं को, അധികം നേതാക്കന്മാരെയും കൂടുതൽ നേതാക്കന്മാരെയും ഗിരഫ്താർ കർക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഫൗജി കാനൂൻ കെ
തെഹത്ത് ആ സൈനിക ഭരണത്തിൻ്റെ കീഴിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഏത് മിലിറ്ററി റൂളാണ്? ബ്രിട്ടീഷുകാരുടെ. അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി റൂളിനകത്ത് വരുന്ന ജന്മ ഖൈദ് കി സജായെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആജീവനാന്തരം പിന്നെ എന്ന് പറയില്ലേ ശിക്ഷ, അതിൻ്റെ ആ ശിക്ഷകൾ കൊടുത്തിട്ട് കാലാപാനി ബേസ് ദിയാത്ത, കാലാപാനിയിലേക്ക് അയച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആജീവൻ ഖൈദ് കി സജ പായ ഖൈദിയോं को रखने का स्थान. ആജീവൻ ഖൈദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവപര്യന്തം തടവ് ശിക്ഷ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ജീവപര്യന്തം ശിക്ഷ കിട്ടിയവരെ അങ്ങനെയുള്ള ജയിൽ പുള്ളികളെ വെക്കുന്ന സ്ഥലമാണ് വർത്തമാൻ അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അതേതാണ്? അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹ്. പറഞ്ഞാൽ അവിടെ ഒരു ജയിലുണ്ട്, അപ്പോൾ അങ്ങനെ ആ ജയിലിലേക്ക് അവിടേക്ക് പറഞ്ഞേക്കുമായിരുന്നു. ലാഹോർ കെ മുഖ്യ രാഷ്ട്രീയ അംഗ്രേസി ദൈനിക് പത്ര, ലാഹോറിലെ മെയിൻ ആയിട്ടുള്ള ഒരു പത്രം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, അതിൻ്റെ പേരാണ് ട്രിബ്യൂൺ. അതിൻ്റെ സമ്പാദക് എഡിറ്റർ ശ്രീ കാലിനാഥ് റോയ്ക്കോ 10 സാൽ കി ജയിൽ കി സജ മിലി. അതിൻ്റെ എഡിറ്ററായ ശ്രീ കാലിനാഥ് റോയിന് 10 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടി. गांधी के सामने जुल्मों और अत्याचारों की कहानियाँ पेश करने के लिए आने वाले पीड़ितों के दल ഗാംദേവി കെ മരത്തേത്തെ. ഗാന്ധിജിയുടെ അടുത്ത് വരുന്ന ആൾക്കാർ എന്തിന്? ജുൽമോ ഓർ അത്യാചാരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രൂരത, അനീതി, അന്യായം എന്നൊക്കെ പറയാം. ജുൽമ്, അത്യാചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ജുൽമോ അത്യാചാരോ അങ്ങനെ സഹിക്കുന്ന ആ കഥകൾ, അതിൻ്റെ കഥകൾ പേഷ് കർണേ കെ ലിയെ ആനെ വാലെ പീഡിത്, അത് പറയാൻ വേണ്ടിയിട്ട്, പേഷ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക, അവിടെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീഡിത് പറഞ്ഞാൽ ആ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ്, ദൽ കെ ദൽ, കുറേ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ഗാംദേവിക്ക് മണിഭവൻ പർ. ഗാംദേവി ഒരു അമ്പലമാണ്, ഇത് മുംബൈയിലുള്ള ഒരു അമ്പലമാണ് ഗാംദേവി. അപ്പോൾ അതിന്ന് കുറച്ച് അകലെയായിട്ട് മണിഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭവനമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഗാന്ധിജി ഇരിക്കുക, എന്നിട്ട് ഇവരെല്ലാം കാണുക, ഇവരുടെ എല്ലാം പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുക, അതൊക്കെ ഈ ഗാംദേവി അമ്പലത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള മണിഭവനിലാണ്. അപ്പോൾ അതാണ് പറയുന്നത്, അവിടെ ഉമ്മടത്തെ രഹത്തേത്തെ പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വരുമായിരുന്നു. മഹാദേവ് ഉൻകി ബാത്തോं की സംക്ഷിപ്ത ടിപ്പണിയാ തയ്യാർ करके उनको ഗാന്ധിജി के सामने पेश करते थे. അപ്പോൾ മഹാദേവ് എന്താ ചെയ്യുക? ഗാന്ധിജിയെ അസിസ്റ്റ് ചെയ്യല്ലേ അദ്ദേഹം ചെയ്യുക. അപ്പോൾ ഉൻകി ബാത്തോं की സംക്ഷിപ്ത ടിപ്പണിയാൻ തയ്യാർ करके, ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം കാര്യങ്ങൾ കേട്ടിട്ട്, സംക്ഷിപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ള ടിപ്പണിയാണ്, അവരുടെ ആ കമൻസ് പറഞ്ഞ ഒരു നോട്ട് അങ്ങനെ തയ്യാറാക്കിയിട്ട് അതിനെ ഗാന്ധിജിയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഓർ ആനെ വാലോं के साथ उनकी रूबरू मुलाकातें भी करवाते थे. പിന്നെ ആ വരണ ആൾക്കാരുടെ അടുത്ത് റൂബറു എന്ന് പറഞ്ഞാൽ ആംനെ സാംനെ, ഫേസ് ടു ഫേസ്. അപ്പോൾ ഈ വരണവരെ എല്ലാം ഫേസ് ടു ഫേസ് ഗാന്ധിജിയുടെ അടുത്ത് മീറ്റിങ്ങും, മുലാഖാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിങ്ങും ചെയ്യിപ്പിക്കുമായിരുന്നു. മുഖ്യ രാഷ്ട്രീയ അംഗ്രേസി ദൈനിക് ബോംബെ ക്രോണിക്കൽ മേ ഇൻ സബ് വിഷയോं पर लेख लिखा करते. പിന്നെ ഗാന്ധിജി ബോംബെയിലെ മുഖ്യ രാഷ്ട്രീയ പത്രമായ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ ബോംബെ ക്രോണിക്കൽ എന്ന ന്യൂസ് പേപ്പർ, അതിൽ ഇൻ സബ് വിഷയോं पर ഈ കാര്യത്തിലെല്ലാം, ഈ പറഞ്ഞ ഈ സബ്ജക്റ്റിലെല്ലാം, ഈ വിഷയത്തിനെല്ലാം കുറിച്ച് ലേഖ് ലിഖാ കർത്തേത്തെ, ലേഖനം എഴുതുമായിരുന്നു. ക്രോണിക്കൽ മേ ജഗ കി തങ്കി ബനി രഹത്തി തി. അപ്പോൾ ആ പത്രത്തിലെ ക്രോണിക്കലിൽ എന്താണ്? സ്ഥലത്തിൻ്റെ വളരെ പ്രശ്നങ്ങളായിരുന്നു, പറഞ്ഞാൽ അത്രയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. कुछ ही दिनों में ക്രോണിക്കൽ के നിഡർ അംഗ്രേസ് സമ്പാദക് ഹർണിമെൻ को കുറച്ച് ദിവസത്തിനകം ക്രോണിക്കൽ എന്ന പത്രത്തിൻ്റെ നിഡർ, പേടിയൊന്നുമില്ലാത്ത ഇംഗ്ലീഷ് എഡിറ്ററായ, സമ്പാദക് എന്ന് വെച്ചാൽ എഡിറ്റർ, ഹോർണിമെന്നിനെ സർക്കാർ ദേശ് നിക്കാലേക്ക് സജ ദേക്കർ ഇംഗ്ലണ്ട് ബേസ് ദിയ, നാട് കടത്തുക, ദേശ് നിക്കാലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട് കടത്തുക, അങ്ങനെയുള്ള പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഉൻ ദിനോ ബംബൈക്ക് 3 നയ നേതാത്തെ. ആ ദിവസങ്ങളിൽ ബോംബെയിൽ 3 പുതിയ നേതാക്കൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു ശങ്കർലാൽ ബങ്കർ, ഉമ്മർ സോബാനി ഓർ ജംനാദാസ് ദ്വാരകാദാസ്. ഇവർ 3 പേരായിരുന്നു. ഇൻമേ അന്തിം ശ്രീമതി ബെസന്റ് കെ അനുയായിത്തെ. ഇതിൽ ലാസ്റ്റിൽ പറഞ്ഞത് ജംനാദാസ് ദ്വാരകാദാസ്, അതായത് അവർ ശ്രീമതി ആനി ബെസന്റ് എന്ന് കേട്ടിട്ടില്ലേ, ആനി ബെസന്റിൻ്റെ അനുയായി ആയിരുന്നു. ഈ നേതാ യങ് ഇന്ത്യ നാമക് ഏക് അംഗ്രേസി സാപ്താഹിക് ബി നിക്കാൽത്തെ തെ. ഈ നേതാക്കൾ ഇംഗ്ലീഷിലുള്ള ഒരു വീക്കിലി, യങ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലുള്ള ഒരു വീക്കിലി, സാപ്താഹിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലുള്ളത് വീക്കിലി, അതും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞാൽ അതും പബ്ലിഷ് ചെയ്യുമായിരുന്നു.
लेकिन उसमें क्रॉണിकल वाले ഹാർണിമൻ ഹേ മുഖ്യ രൂപ് സെ ലിഖ്തേ തേ. അതിൽ ഈ യങ് ഇന്ത്യയിലും ഈ ഹോർണിമൻ എന്ന് പറഞ്ഞ ആളില്ലേ, നാട് കടത്തിയ ആൾ, ക്രോണിക്കലിലുള്ള ആൾ, അദ്ദേഹം തന്നെ ആയിരുന്നു ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഉनको देश निकाला मिलने के बाद इन लोगों को हर हफ्ते साप्ताहिक के लिए लिखने वालों की कमी रहने लगी. അദ്ദേഹത്തിനെ നാട് കടത്തിയതിന് ശേഷം, ആരെ, ഹാർണിമനെ നാട് കടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് അതിൽ പിന്നെ ലേഖനങ്ങൾ എഴുതാൻ പറ്റാണ്ടായി യങ് ഇന്ത്യയിൽ. അപ്പോൾ ലേഖനങ്ങളുടെ കുറവ് വന്നു തുടങ്ങി. കമി രഹനെ ലഗി, കുറവ് വന്നു തുടങ്ങി അതിൽ എഴുതാനുള്ള ആൾക്കാരുടെയും ലേഖനങ്ങളുടെയും. യേ തീനോ നേതാ ഗാന്ധിജിക്ക് പരം പ്രശംസക്. ഈ 3 നേതാക്കളും ഗാന്ധിജിയുടെ പ്രശംസകരായിരുന്നു, പറഞ്ഞ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. ഓർ ഉൻകെ സത്യാഗ്രഹ ആന്തോളൻ മേ ബംബൈക്ക് ബേജോഡ് നേതാ ബി തേ. പിന്നെ അതുകൂടാതെ സത്യാഗ്രഹ ആന്തോളന്മേ, സത്യാഗ്രഹത്തിൻ്റെ മൂവ്മെൻറ്റിലെല്ലാം ബോംബെയിലുള്ള ബേജോഡ് നേതാ, ബേജോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകരം വെക്കാനാവാത്തത്, അതിന് തുല്യം അല്ലാത്തത്, അതുപോലുള്ള നേതാക്കളായിരുന്നു. ഇനോനെ ഗാന്ധിജി സെ വിനതി കി വേ യങ് ഇന്ത്യക്ക് സമ്പാദക് ബൻജായ. പിന്നെ അവർ ഗാന്ധിജിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, എന്താണ്, യങ് ഇന്ത്യയുടെ എഡിറ്ററായി മാറാൻ. പറഞ്ഞാൽ ഗാന്ധിജിയെ അതിൻ്റെ എഡിറ്ററാക്കാൻ വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഗാന്ധിജി കോ തോ ഇസ്കി സഖ്ത് ജറൂരത് थी ही. ഗാന്ധിജിക്ക് അത് ആവശ്യവും ഉണ്ടായിരുന്നു. ഉन्होंने विनती तुरंत स्वीकार कर ली. അദ്ദേഹം അവരുടെ റിക്വസ്റ്റ് പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു. ഗാന്ധിജി കാ കാം ഇतना बढ़ गया कि साप्ताहिक पत्र भी कम पढ़ने लगा. ഗാന്ധിജിയുടെ പണി എത്ര കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്ക്ലി ആയിട്ടുള്ള ഈ പത്രം കൂടിയിട്ട് കുറവാവാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരുപാട് ന്യൂസുകളുണ്ട്, പ്രിൻ്റ് ചെയ്യാനുണ്ട്, ഗാന്ധിജിക്ക് റെസ്പോൺസിബിലിറ്റി അത്രയും കൂടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഗാന്ധിജിനെ യങ് ഇന്ത്യ കോ ഹഫ്തെ മേ 2 ബാർ പ്രകാശിത് കർനെ കാ നിശ്ചയ കിയ. അതുകൊണ്ട് ഗാന്ധിജി യങ് ഇന്ത്യയെ ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നില്ലേ, ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം പബ്ലിഷ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. ഹർ റോജ് കാ പത്ര വ്യവഹാർ ഓർ മുലാഖാത്തെ. എല്ലാ ദിവസത്തെയും ഈ ലെറ്ററും കാര്യങ്ങളെല്ലാം, പറഞ്ഞാൽ അങ്ങുങ്ങും അയക്കുന്ന ലെറ്ററുകളും മറുപടികളും അതെല്ലാം, പിന്നെ മുലാഖാത്തെ മീറ്റിങ്സ്, ആം സഭായെ, അതല്ലാതെ ഇവർ സഭ കൂടുന്നത്, ആദി എക്സെട്ര, അങ്ങനത്തുള്ള കാമോക്കെ അലാവ, ഇങ്ങനത്തുള്ള പണികളല്ലാതെ യങ് ഇന്ത്യ സാപ്താഹിക് മേ ചാപ്നെ കാ ലേഖ്. പിന്നെ ഈ യങ് ഇന്ത്യയിൽ വീക്ക്ലി അതിൽ പ്രിൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ പ്രിൻ്റ് ചെയ്യാനെന്ന ലേഖനങ്ങൾ, ടിപ്പണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ത് വേണോ പറയാം, അതെല്ലാം. പിന്നെ പഞ്ചാബ് കെ മാംലോ കാ സാർ സംക്ഷേപ് ഓർ ഗാന്ധിജി കെ ലേഖ്. പിന്നെ പഞ്ചാബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ, സാർ സംക്ഷേപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ള സമ്മറികൾ അത്രേ ഉള്ളൂ, ബ്രീഫ്, സിനോപ്സിസ് എന്നൊക്കെ പറയില്ലേ നമ്മളത്. പിന്നെ ഗാന്ധിജിക്ക് ലേഖ് യഹ്, ഗാന്ധിജിയുടെ ലേഖനങ്ങൾ, യഹ് സാരി സാമഗ്രി ഹം 3 ദിൻ മേ തയ്യാർ കർത്തെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രയാണ്, 3 ദിവസത്തിൽ തയ്യാർ ചെയ്യുമായിരുന്നു, റെഡിയാക്കുമായിരുന്നു. കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യം പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിൽ റെഡിയാക്കേണ്ടി വരില്ലേ. യങ് ഇന്ത്യക്ക് പീച്ചെ നവജീവൻ ബി ഗാന്ധിജിക്ക് പാസ് ആയ. യങ് ഇന്ത്യ പോലെ തന്നെ ഇനിയൊരു പത്രം നവജീവൻ എന്ന പേരിലുള്ളതും ഗാന്ധിജിയുടെ മേലെ തന്നെ വന്നു, ഗാന്ധിജിയുടെ അടുത്ത് തന്നെ അതും വന്നു. ഓർ ദോനോ സാപ്താഹിക് അഹമ്മദാബാദ് സെ നിക്കൽനെ ലഗെ. ഈ 2 വീക്ക്ലീസും അഹമ്മദാബാദിൽ നിന്ന് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. 6 മഹീനോं के लिए मैं भी സാബർമതി ആശ്രം മേ രഹനെ പഹുഞ്ച. 6 മാസത്തിന് വേണ്ടിയിട്ട് ഞാനും സാബർമതി ആശ്രമത്തിൽ താമസിക്കാൻ പോയി. ഞാനും എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ലേഖകൻ, നമ്മുടെ ട്രാൻസ്ലേറ്റർ അല്ല, ഇത് എഴുതിയ ആൾ സ്വാമി ആനന്ദ്. ശുരു മേ ഗ്രാഹകോ കെ ഹിസാബ് കിതാബോं की और സ്റ്റാർട്ടിങ്ങിൽ കസ്റ്റമേഴ്സിൻ്റെ കണക്ക് നോക്കൽ, और പിന്നെ സാപ്താഹികോങ്കോ ഡാക് മേ ഡൽവാനി കി വ്യവസ്ഥ മേരെ ജിമ്മെ രഹി. സാപ്താഹികോങ്കോ ഈ വീക്കിലികളെല്ലാം പോസ്റ്റ് ചെയ്യാനുള്ള വ്യവസ്ഥ, അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം എൻ്റെ ഉത്തരവാദിത്വം ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ വീക്കിലികളെല്ലാം അവിടെ ഉള്ളവർ മാത്രമല്ല വായിക്കുന്നത്, അത് പല സ്ഥലങ്ങളിലും ഇന്ത്യയിലുള്ള കോണിൽ എല്ലാ സ്ഥലത്തും അത് എത്തിപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ന്യൂസ് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. ലേക്കിൻ കുച്ച് ഹി ദിനോं के बाद संपादन सहित दोनों साप्ताहिकों की और छापखाने की सारी व्यवस्था मेरे जिम्मे आ गई. സ്റ്റാർട്ടിങ്ങിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമ്പാദൻ സഹിത് പബ്ലിഷ് ചെയ്യുന്ന കാര്യം തൊട്ട് ദോനോ സാപ്താഹികോങ്കി ഈ 2 വീക്കിലികൾ അല്ലേ, ഏതാണ്, നവജീവനും യങ് ഇന്ത്യയും, അത് രണ്ടിൻ്റെയും ഓർ ചാപ് ഖാനെ കി സാരി വ്യവസ്ഥ. ചാപ് ഖാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ്സിന് പറയുന്നതാണ്.
അവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റും അവിടുത്തെ എല്ലാ കാര്യങ്ങളും മേരെ ജിമ്മെ ആ ഗയി, എൻ്റെ ഉത്തരവാദിത്തം ആയിത്തീർന്നു. ഗാന്ധിജി ഓർ മഹാദേവ് കാ സാരാ സമയ ദേശ് ഭ്രമൺ മേ ബീത്നെ ലഗ. ഗാന്ധിജിയുടെയും മഹാദേവിൻ്റെയും രണ്ടുപേരുടെയും മുഴുവൻ സമയം എന്താണ്? ദേശ് ഭ്രമണം പറഞ്ഞ എല്ലാവരുടെയും ചുറ്റിക്കറങ്ങുന്നതിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ തന്നെ ചെലവഴിച്ചു പോന്നു. യെ ജഹാം ഭി ഹോത്തെ വഹാ സെ കാമോ ഓർ കാര്യക്രമോ കി ഭാരി ഭീഡ് കെ ബീച്ച് ഭി സമയ നിക്കാൽ കർ ലേഖ് ലിഖ്തേ. ഇവർ എവിടെയാണെന്നുണ്ടെങ്കിലും വഹാസെ അവിടെ നിന്നുകൊണ്ട് തന്നെ കാമോ ഓർ കാര്യക്രമോ കി ഭാരി ഭീഡ് കെ ബീച്ച്, ഈ പണികളുടെയും പ്രോഗ്രാമിൻ്റെയും, കാര്യക്രമം എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ, പല പ്രോഗ്രാമുകളും മീറ്റിംഗ്സും ഉണ്ടാവില്ലേ, അതിൻ്റെ ഭാരി ഭീഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്കുള്ളതിൻ്റെ ഇടയിൽ തന്നെ സമയ നിക്കാൽക്കർ എങ്ങനെയെങ്കിലുമൊക്കെ സമയമെടുത്ത് ലേഖ് ലിഖ്തേ, ഈ ലേഖനങ്ങൾ ഇതിലേക്ക് പ്രസിദ്ധീകരിക്കാനുള്ള, ഇതിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ലേഖനങ്ങൾ എഴുതുമായിരുന്നു. ഓർ ബേജ്തേ, എന്നിട്ട് അയച്ചു തരുമായിരുന്നു. സബ് പ്രാന്തോം കെ ഉഗ്ര ഓർ ഉദാർ ദേശഭക്ത്, ഇവരെ കുറേ സ്ഥലത്ത് കറങ്ങി നടക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ പല സ്ഥലത്തും പോകുന്നുണ്ട്. അപ്പോൾ സബ് പ്രാന്ത് കെ, എല്ലാ സ്ഥലങ്ങളിലെയും ഉഗ്രമായിട്ടും ഉദാരമായിട്ടുമുള്ള ദേശഭക്തർ, അതിൻ്റെ അർത്ഥം എല്ലാ ടൈപ്പിലുള്ള ദേശഭക്തർ. ക്രാന്തികാരികൾ പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റ്സിലെല്ലാം, വിപ്ലവങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ആൾക്കാർ. ഓർ ദേശ് വിദേശ് കെ ദുരന്തർ ലോക്, പിന്നെ ദേശ് വിദേശത്തിലെ ദുരന്തർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തം ഗുണോം സെ യുക്ത്, അവിടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ള നല്ല ആൾക്കാർ അതിൻ്റെ അർത്ഥം. പിന്നെ സംവാദ്ദാത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടേഴ്സ്, നമ്മൾ ന്യൂസിൻ്റെ ഇടയിൽ ഹമാരെ സംവാദ്ദാത മുംബൈ സെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, അപ്പോൾ സംവാദ്ദാത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ആദി, അങ്ങനെ എല്ലാവരും ഗാന്ധിജിക്കോ പത്ര ലിഖ്തി, ഇവരെല്ലാവരും ഗാന്ധിജിക്ക് ലെറ്റർ എഴുതുമായിരുന്നു. ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം, ദേശഭക്തരുടെയും ക്രാന്തികാരുടെയും പിന്നെ ദുരന്തർ ലോക് നല്ല ആൾക്കാർ, ഇവരുടെ എല്ലാം ഗാന്ധിജിക്ക് ലെറ്റർ വരുമായിരുന്നു. ഓർ ഗാന്ധിജി യങ് ഇന്ത്യ കെ കോളമോമേ ഉൻകി ചർച്ച കിയാ കർത്തേ. പിന്നെ ഈ ലെറ്റർ എല്ലാം ഗാന്ധിജി വായിച്ചു നോക്കി മനസ്സിലാക്കി ഗാന്ധിജി ഇതിനെ പറ്റിയിട്ട് യങ് ഇന്ത്യയിൽ കോളത്തിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമായിരുന്നു, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. മഹാദേവ് गांधी जी की यात्राओं के और प्रतिदिन की उनकी गतिविधियों के സാപ്താഹിക് വിവരൺ भेजा करते. മഹാദേവ് എന്താ ചെയ്യുക? ഗാന്ധിജിയുടെ യാത്രകളുടെയും പിന്നെ പ്രതിദിൻ കി ഉൻകി ഗതിവിധിയോം കെ, അദ്ദേഹത്തിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്, ഗതിവിധിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ്, പ്രതിദിൻ ഡെയിലി, അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും സാപ്താഹിക് വിവരൺ भेजा करते. അതിനെല്ലാം കൂടിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എഴുതിയിട്ട്, പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം കൂടി എഴുതിയിട്ട് അതിൻ്റെ വിവരണങ്ങൾ അയക്കുമായിരുന്നു. ഇസ്കെ അലാവ മഹാദേവ്, ഇത് കൂടാതെ മഹാദേവ് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദേശ് വിദേശ് കെ അഗ്രഗണ്യ സമാചാർ പത്ര, ദേശത്തിലെയും വിദേശത്തിലെയും ആയിട്ടുള്ള അഗ്രഗണ്യമായിട്ടുള്ള, അതിൻ്റെ അർത്ഥം വളരെ പ്രമുഖമായിട്ടുള്ള, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എന്നർത്ഥം. സമാചാർ പത്ര, ന്യൂസ് പേപ്പേഴ്സ്. ജോ ആങ്കോ മേ തേൽ ഡാൽക്കർ ഗാന്ധിജി കി പ്രതിദിൻ കി ഗതിവിധിയോ കോ ദേക്കാ കർത്തേ തേ. പിന്നെ കുറേ ആൾക്കാർ ആങ്കോ മേ തേൽ ഡാൽക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ, അതേ തന്നെയാണ് ഇവിടെയും അർത്ഥം വരുന്നത്. പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളൊരു കാര്യം നമ്മൾ കാത്തിരിക്കില്ലേ, അത് കാണാനോ അല്ലെങ്കിൽ വായിക്കാനോ ഒക്കെ, നമുക്കിഷ്ടമുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും വരേണ്ടതുണ്ടെങ്കിൽ അത് വായിക്കാനോ, അപ്പോൾ ആ മാസിക അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ആ സീരിയലോ അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ വരെ നമ്മൾ കാത്തിരിക്കില്ലേ, അതിനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗാന്ധിജിയുടെ പ്രതിദിൻ കി ഗതിവിധിയോ കോ ദേക്കാ കർത്തേ തേ, ഗാന്ധിജിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് പിന്നെ കാണാനും അറിയാനും വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ കാത്തിരിക്കുന്നവർ. ഓർ ഉൻ പർ ബറാബർ ടീക്ക ടിപ്പണി കർത്തേ രഹത്തെ തേ. അങ്ങനെയുള്ളവരുടെ അടുത്തെല്ലാം ബറാബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടതുപോലെ ശരിയായ രീതിയിൽ ടീക്ക ടിപ്പണി കർത്തേ രഹത്തെ തേ പറഞ്ഞാൽ ടീക്ക ടിപ്പണി എന്ന് പറഞ്ഞാൽ വ്യാഖ്യ ആലോചന എന്ന് കൊടുത്തിട്ടുണ്ട് മീനിങ്. അതിൻ്റെ അർത്ഥം അതിന് വേണ്ട യോജിച്ച മറുപടികളോ ഒക്കെ കമൻസോ ഒക്കെ എഴുതുമായിരുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഉൻകോ ആടെ ഹാത്ത് ലേനെ വാലെ ലേക്ക് ബി സമയ സമയ പർ ലിഖാ കർത്തേ തേ. അപ്പോൾ അങ്ങനെ ഉള്ളവർ, ചില ആൾക്കാരെന്താണ്, ഇപ്പോൾ എല്ലാവരും ഫേവറിൽ തന്നെ എഴുതണം എന്നില്ല അല്ലേ, ചിലവർ നേരെ തിരിച്ചും എതിരായിട്ടുള്ള ആൾക്കാരായിരിക്കും, ഗാന്ധിജി ചെയ്യണത് ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അതിന് അതുപോലെ ഫേവറായിട്ടുള്ളതല്ലാത്തതിനും ആടെ ഹാത്ത് ലേനെ വാലെ എന്ന് വെച്ചാൽ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുക. ആടെ ഹാത്ത് ലേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഹാവരയാണ് കേട്ടോ. ഖരി കോട്ടി സുനാന, അല്ലെങ്കിൽ ഭലാ ബുറാ കെഹന, അല്ലെങ്കിൽ ബുരി ബാത്ത് കെഹന, ബേസത്തി കർണ, ലജ്ജിത് കർണ, എന്ത് വേണോ പറയാം.
പറഞ്ഞാൽ നമ്മളങ്ങനെ ഭയങ്കര നാണം വരുന്ന പോലുള്ള മറുപടി കൊടുക്കുക അതിനാണ് ആടേ ഹാത്ത് ലേന പറയുക. അപ്പോൾ അങ്ങനെയുള്ള ലേഖനങ്ങളും ഭീ സമയ പർ ലിഖാ കർത്തേ തേ. അപ്പോൾ വേണ്ട സമയത്ത് ടൈം ടു ടൈം എഴുതുമായിരുന്നു. ബേജോड़ कॉलम भरपूर चौकसाई ऊंचे से ऊंचे ब्रिटिश समाचार पत्रों की परंपराओं को अपनाकर चलने का गांधी जी का आग्रह और അപ്പോൾ എന്തൊക്കെയാണ് ബേജോഡ് കോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളംസ് ഉണ്ടാവില്ലേ ഓരോന്നും എഴുതുന്നത്, അതാണ് പറഞ്ഞാൽ നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത നല്ല നല്ല ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ നല്ല നല്ല ലേഖനങ്ങൾ. ഭർപൂർ ചൗക്സായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസർ റഖ്ന എന്ന് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു കണ്ണ് വെക്കുക എന്ന് പറയില്ലേ, പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക, കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഭർപൂർ ചോക്സായി എന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയോടുകൂടി ഊഞ്ചെ സെ ഊഞ്ചെ ബ്രിട്ടീഷ് സമാചാർ പത്രോं की परंपराओं को अपनाकर ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രിട്ടീഷ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പരമ്പരകളെ ഫോളോ ചെയ്തുകൊണ്ട് ചൽനേക്ക ഗാന്ധിജിക്ക ആഗ്രഹം, അതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഗാന്ധിജിയുടെ ആഗ്രഹങ്ങളും ഓർ कट्टर से कट्टर विरोधियों के साथ भी पूरी सत्यनिष्ठा में से उत्पन्न होने वाली विनय विवेक युक्त विवाद करने की. പിന്നെന്താണ് അതുകൂടാതെ കട്ടർ സെ കട്ടർ വിരോധിയും കെ സാത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഫേവറബിളായിട്ട് ഉള്ളവരായിരിക്കില്ല, ഗാന്ധിജിക്ക് ഫേവറബിളായിട്ടായിരിക്കില്ല. ഗാന്ധിജിയുടെ ഭയങ്കര എതിരായിട്ടും വിരോധം കാണിച്ചിട്ടും പ്രകടിപ്പിച്ചിട്ടും ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തുള്ള വിരോധികൾ അവർക്കും കൂടിയിട്ട് പൂരി സത്യനിഷ്ഠാമേ പറഞ്ഞാൽ മുഴുവനായിട്ടും സത്യനിഷ്ഠയോട് കൂടിയിട്ട്, ഡിസിപ്ലിൻ അഥവാ ഇമാൻദാരി എന്ന് പറയാം, സത്യത്തിൽ. അതിൻ്റെ അർത്ഥം അവരുടെ അടുത്തും ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒച്ച വയ്ക്കുക, ബഹളം വയ്ക്കുക, അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കുക, ദേഷ്യം കാണിക്കുകയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഉത്പന്ന ഹോനെ വാലി വിനയ് വിവേക് യുക്ത് വിവാദ് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഗാന്ധിജിയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിനയം വിവേകം നിറഞ്ഞ വിവാദങ്ങൾ കർണേക്ക് ഗാന്ധിജിക്ക് താലിം, അങ്ങനെയുള്ള ഗാന്ധിജിയുടെ ആ താലിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം, പറഞ്ഞാൽ ആ പഠിച്ചിരിക്കുന്ന സ്വഭാവം എന്ന് പറയില്ല, അല്ലെങ്കിൽ ആ ഗുണങ്ങൾ, അത് ഇൻ സബ് ഗുണോനെ തീവ്ര മതഭേദോ ഔർ ഇതുപോലത്തുള്ള ഗുണങ്ങൾ, തീവ്രമായിട്ടുള്ള മതഭേദങ്ങൾ പറഞ്ഞാൽ മതത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓർ വിരോധി പ്രചാർ കെ ബീച്ച്, അങ്ങനെയുള്ള ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദേശ് വിദേശ് കെ സാരെ സമാചാർ പത്രോं की दुनिया में और ആംഗ്ലോ ഇന്ത്യൻ സമാചാർ പത്രോं के बीच भी, പിന്നെ ദേശത്തിലെയും വിദേശത്തിലെയുമായിട്ടുള്ള ബാക്കിയുള്ള ന്യൂസ് പേപ്പറും പിന്നെ ദുനിയാമേ ഓർ ആംഗ്ലോ ഇന്ത്യൻ സമാചാർ പത്ര ന്യൂസ് പേപ്പേഴ്സ് പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഒക്കെ ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താണ് അവരുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ളത്, അതിൻ്റെ ഇടയിലും വ്യക്തിഗത് രൂപ സെ എം ഡി കോ സബ്കാ ലാഡ്ല ബനാ ദിയാ താ. വ്യക്തിഗത് രൂപ സെ പേഴ്സണലായിട്ട് എം ഡി എന്നാരാണ് ഇവിടെ പറയുന്നത്? എം ഡി എന്ന് ഉദ്ദേശിക്കുന്നത് മഹാദേവ് ദേശായി ആണ് എം ഡി എന്ന് പറയുന്നത്. എം ഡിയെ അഥവാ മഹാദേവ് ദേശായിയെ സബ്കാ ലാഡ്ല ബനാ ദിയാ താ, എല്ലാവരുടെയും ലാഡലയാക്കി മാറ്റി. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ, ദുലാര എന്നൊക്കെ അതിൻ്റെ മുമ്പേ വന്നിട്ടുണ്ട്, സെയിം അത് തന്നെയാണ് ലാഡല എന്ന് പറഞ്ഞാലും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളാക്കി മാറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും കറക്റ്റായിട്ട് വേണ്ട പോലെ മറുപടി കൊടുക്കുക, നല്ല രീതിയിൽ പെരുമാറുക, അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. गांधी जी के पास आने के पहले अपनी विद्यार्थी अवस्था में महादेव ने सरकार के अनुवाद विभाग में नौकरी की थी. ഗാന്ധിജിയുടെ അടുത്ത് വരുന്നതിന് മുന്നേ അപ്നി വിദ്യാർത്ഥി വിദ്യാർത്ഥി ആയിട്ടുള്ള ആ അവസ്ഥയിൽ മഹാദേവ് സർക്കാർ കെ അനുവാദ് വിഭാഗ് മേ, ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ ജോലി ചെയ്യുമായിരുന്നു. നരഹരി ഭായി ഉൻകെ ജിഗ്രി ദോസ്ത് തേ. നരഹരി ഭായി എന്ന ആൾ അദ്ദേഹത്തിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ദോനോ ഏക് സാത്ത് വക്കാലത്ത് പഠേ ഥേ, രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വക്കാലത്ത് പഠിച്ചത്. അതിൻ്റെ അർത്ഥം LLB ഒക്കെ ആയിരിക്കും. ദോനോനെ അഹമ്മദാബാദ് മേ വക്കാലത്ത് ബി സാത്ത് ഹി ശുരൂ കീ തി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വക്കാലത്ത് തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു അഹമ്മദാബാദിൽ പ്രാക്ടീസ് തുടങ്ങിയത്. ഇസ് പേശെ മേ ആംതോർ പർ സ്യാഹ് കോ സഫേദ് ഓർ സഫേദ് കോ സ്യാഹ് കർണ ഹോത്താ ഹെ. ഈ പ്രൊഫഷനിൽ, ഈ തൊഴിലിൽ ആംതോർ പർ സാധാരണയായിട്ട് സ്യാഹ് കോ സഫേദ്, സ്യാഹ് എന്ന് വെച്ചാൽ ബ്ലാക്ക്, അപ്പോൾ കറുപ്പിനെ വെളുപ്പാക്കണം, വെളുപ്പിനെ കറുപ്പാക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നല്ലതിനെ ശരിയെ തെറ്റാക്കണം, തെറ്റിനെ ശരിയാക്കണം അല്ലേ? വക്കാലത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക, അങ്ങനെയുള്ളതാണ്. സാഹിത്യ ഓർ സംസ്കാർ കെ സാത്ത് ഇസ്കാ കോയി സംബന്ധ് നഹി രഹത്താ. സാഹിത്യവും സംസ്കാരവും ഒന്നും ആയിട്ട് ഈ തൊഴിൽ യാതൊരു സംബന്ധം
സംബന്ധവും ഇല്ല, യാതൊരു റിലേഷനും ഇല്ല. ലേക്കിൻ ഇൻ दोनों ने तो उसी समय से टैगोर शरतचंद्र आदि के साहित्य को उलटना पुलटना शुरू कर दिया था. എന്നാലും ഇവർ രണ്ടുപേരും ആരൊക്കെയാണ്? മഹാദേവും നരഹരിഭായിയും രണ്ടുപേരും ഉസി സമയം, ആ സമയം തൊട്ട് തന്നെ ടാഗോറിൻ്റെ ശരത്ചന്ദ്ര ആദി കെ സാഹിത്യക്കോ, അവരുടെ എല്ലാം സാഹിത്യങ്ങളെ ഉലട്ന പുലട്ന ശുരു കർ ദിയ था പറഞ്ഞാൽ അതൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ അവരുടെ തൊഴിലുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലെങ്കിലും അവർക്ക് ഇതിലൊക്കെ താല്പര്യമായിരുന്നു. चित्रांगदा कच्छ देवयानी की कथा पर ടാഗോർ ദ്വാര രചിത് വിദായി की അഭിശാപ് ശീർഷക് നാട്ടിക. അപ്പോൾ ഇതെല്ലാം ഈ രചനകളെല്ലാം, പിന്നെ ശരത് ബാബു की കഹാനിയ അത് ആദി, ഇതെല്ലാം അനുവാദ് ഉസ് സമയ की उनकी സാഹിത്യ ഗതിവിധിയോं की देन है. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കൃതികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആ സമയത്തുള്ള ആ ലിറ്റററി വർക്കിൻ്റെ പിന്നെ എന്താണ് കൺട്രിബ്യൂഷൻ ആണതെല്ലാം. ഭാരത് മേ ഉൻകെ അക്ഷരോं का कोई सानी नहीं था. സാനി നഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുല്യമായിട്ട്. അപ്പോൾ ഭാരതത്തിൽ അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ പോലെ എഴുതാൻ, അതുപോലെ തുല്യമായിട്ട് എഴുതാൻ കഴിവുള്ള ആരും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഹാൻഡ് റൈറ്റിങ്. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? മഹാദേവിനെ പറ്റിയിട്ട്. വൈസ്രോയ് കെ നാം ജാനെ വാലെ ഗാന്ധിജി കെ പത്ര ഹമേശ മഹാദേവ് കി ലിഖാവട്ട് മേ ജാത്തേ തേ. വൈസ്രോയുടെ പേരിൽ പോകുന്ന ഗാന്ധിജിയുടെ ലെറ്റേഴ്സ് എപ്പോഴും മഹാദേവിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ആയിരിക്കും. ലിഖാവട്ട് ഹാൻഡ് റൈറ്റിങ്. ഉൻ പത്രോं को देख देखकर दिल्ली और शिमला में बैठे वाइसरॉय लंबी सांस उसास लेते रहते थे. ആ ലെറ്റേഴ്സ് എല്ലാം കണ്ടിട്ട് ഡൽഹിയിലും ഷിംലയിലും എല്ലാം ഉള്ള വൈസ്രോയ്മാർ ലംബി സാസ് ഉസാസ് ലേത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട ശ്വാസം എടുക്കുമായിരുന്നു. പറഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഫീൽ ആവില്ലേ, അതിനെയാണ് പറയുന്നത്. ഭലെ ഹി ഉൻ ദിനോ ബ്രിട്ടീഷ് സൽത്തനത്ത് പർ കഹി സൂരജ് ന ഡൂബ്താ ഹോ. സൽത്തനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ഡം, നമ്മൾ സുൽത്താനേറ്റ് എന്ന് പറയില്ലേ, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് സൽത്തനത്ത് പർ കഹി സൂരജ് ന ഡൂബ്താ ഹോ. ബ്രിട്ടീഷ് കിങ്ഡമിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യത്ത് സൂരജ് ന ഡൂബ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കില്ല. സൂര്യൻ അസ്തമിക്കാത്ത സമയമാണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ നല്ല സമയം, വളരെ നല്ല നിലയിൽ നിൽക്കുന്ന സമയം, സൂര്യൻ അസ്തമിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പോലും ലേക്കിൻ ഉസ് സൽത്തനത്ത് കെ ചോട്ടെ ബാദ്ഷാഹ് കോ ബി ഗാന്ധിജി കെ സെക്രട്ടറി കെ സമാൻ കുഷൻ വീഷ് സുന്ദർ അക്ഷർ ലിഖ്നെ വാല ലേഖക് കഹാ മിൽത്താ താ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ രാജ്യത്ത് ചെറിയ ചക്രവർത്തി, ബാദ്ഷാ എന്ന് വെച്ചാൽ ചക്രവർത്തി, അല്ലെങ്കിൽ അവിടെയുള്ള വലിയ വലിയ ആൾക്കാർ, അവർക്ക് പോലും ഗാന്ധിജിയുടെ സെക്രട്ടറിയെ പോലെ എവിടെയാണ് ഇത്രയും സുന്ദരമായ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ അറിയുക? ആർക്കാണ് അറിയുക? അതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല. കുഷൻ വീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദർ അക്ഷർ ലിഖ്നെവാല ലേഖക് പറഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ള നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന ലേഖകനെയാണ് അങ്ങനെ പറയുക. അപ്പോൾ അതിലും കൂടിയിട്ട് അവിടെയും കൂടി ആരും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എന്നാണ് പറയുന്നത്. ബഡെ ബഡെ സിവിലിയൻ ഓർ ഗവർണർ കഹാ കർത്തേ തേ കി. വലിയ വലിയ സിവിലിയൻസും ഗവർണറും കൂടിയിട്ട് പറയുമായിരുന്നു, ब्रिटिश सर्विसों में महादेव के समान अक्षर लिखने वाला कहीं खोजने पर भी मिलता नहीं था. ബ്രിട്ടീഷ് സർവീസിൽ മഹാദേവനെ പോലെ പിന്നെ സുന്ദർ സമാൻ അക്ഷർ ലിഖ്നെ വാല, ഇതുപോലെ സുന്ദരമായിട്ടുള്ള അക്ഷരത്തിൽ എഴുതുന്ന ഒരാളെ എത്ര തെരഞ്ഞാലും കൂടി കിട്ടില്ല എന്ന് പറയുമായിരുന്നു. ഈ മോളിൽ കഴിഞ്ഞതില്ലേ ഗാന്ധിജിക്ക് സെക്രട്ടറിക്ക് സമാൻ, അപ്പോൾ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജിയുടെ സെക്രട്ടറി ആരാണ്? മഹാദേവ്. അതിൻ്റെ അർത്ഥം മഹാദേവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ. അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ വേറെ ആരെയും ഇതുപോലെ തിരഞ്ഞാൽ കൂടി കിട്ടില്ല. പഠനെ വാലേക്കോ മന്ത്രമുഗ്ധ കർണേ വാല ശുദ്ധ ഓർ സുന്ദർ ലേഖൻ. വായിക്കുന്നവർക്ക് മന്ത്രമുഗ്ധ കർണേ വാല പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത് പോലെ, മന്ത്രമുഗ്ധ കർണ എന്ന് വെച്ചാൽ മോഹിപ്പിക്കുന്നത് പോലെ ശുദ്ധമായിട്ട് സുന്ദരമായിട്ടുള്ള ലേഖനങ്ങൾ. മഹാദേവ് കെ ഹാത്തോं के लिखे गए लेख ടിപ്പണിയാ പത്ര ഗാന്ധിജി കെ വ്യാഖ്യാൻ. മഹാദേവിൻ്റെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ. ടിപ്പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമൻസ് എന്തെങ്കിലും ആവാം. പത്ര ലെറ്റേഴ്സ്. ഗാന്ധിജിക്ക് വ്യാഖ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെക്ചർ, ടോക്ക് അല്ലെങ്കിൽ ഭാഷൺ എന്ന് ഹിന്ദിയിൽ പറയാം. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അഥവാ. അപ്പോൾ ഗാന്ധിജി പറയുന്ന എന്തെങ്കിലുമൊക്കെ ഭാഷൺ, എന്തെങ്കിലും ലെക്ചർ. പിന്നെ പ്രാർത്ഥനാ പ്രവചൻ, പ്രേയേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും. മുലാഖാത്തെ മീറ്റിങ്സ്, പറഞ്ഞ മീറ്റിങ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാനുള്ളത്. വാർത്താലാപ് കൺവെർസേഷൻസ്, തമ്മിൽ സംസാരിക്കുന്നത്. പർ ലിഖി ഗയി ടിപ്പണി,
തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം നോട്ട്സ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സബ് കുച്ച് എല്ലാം ഫുൾ സ്കേപ്പ് കെ ചൗത്തായി ആകാർ വാലി മോട്ടി അഭ്യാസ് പുസ്തകവുമേ ഫുൾ സ്കേപ്പിൻ്റെ ചൗത്തായി ആകാർ വാലി പറഞ്ഞാൽ ഫുൾ സ്കേപ്പ് അറിയാലോ, ഇംഗ്ലീഷിലെ ഫുൾ സ്കേപ്പ് തന്നെയാണ്. അതിൻ്റെ ചൗത്തായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 4 പങ്ക് അങ്ങനെയുള്ള അത്രയും ആ ഷേപ്പിലുള്ള മോട്ടി അഭ്യാസ് പുസ്തകം എന്ന് വെച്ചാൽ നോട്ട് ബുക്ക്. അതിൽ ലംബി ലിഖാവട്ട് കെ സാത്ത് പറഞ്ഞാൽ എങ്ങനെ പറയുന്നു അതേപോലെ തന്നെ ലംബി ലിഖാവട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അതേപോലെ പറയുന്ന അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം ലോങ് റൈറ്റിങ്, ലോങ് ഹാൻഡ് റൈറ്റിങ് പറഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് ഹാൻഡ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഹാൻഡ് ലോങ് ഹാൻഡ് അതാണ് പറയുന്നത്. അങ്ങനെ ജെറ്റ് കി ഗതീസെ ലിഖാ ജാത്താ താ ജെറ്റ് പോലെ അത്ര സ്പീഡിൽ എഴുതുമായിരുന്നു. വേ ഷോർട്ട് ഹാൻഡ് ജാൻതേ നഹീ തേ അതാണ് പറയുന്നത്. ഷോർട്ട് ഹാൻഡ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഷോർട്ട് ഹാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്ക്രിപ്റ്റാണ്. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അധികം ഇല്ല അത്. ഇപ്പോൾ ഷോർട്ട് ഹാൻഡിൽ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു 10 സെക്കൻഡിൽ നമ്മൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എഴുതി തീരും. അതൊരു വേറെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് ഒരു സ്റ്റെനോഗ്രാഫറിൻ്റെ ജോലിയൊക്കെ ചെയ്യണതുണ്ടായിരുന്നു. ഇപ്പോൾ അധികം നിലവിലില്ല. അപ്പോൾ അതാണ് അദ്ദേഹം ഷോർട്ട് ഹാൻഡ് അറിയില്ല, അതുകൊണ്ടാണ് ലംബി ലിഖാവട്ട് എന്ന് പറയുന്നത്. എങ്ങനെ പറയുന്നു അതുപോലെ എഴുതുമായിരുന്നു. बड़े बड़े देशी विदेशी राजपुरुष राजनीति देश विदेश के अग्रगण्य समाचार പത്രവും കെ പ്രതിനിധി വലിയ വലിയ ദേശവിദേശത്തിലെ രാജപുരുഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകുമാരൻ അല്ലെങ്കിൽ പ്രിൻസസ്, രാജനീതിജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, ദേശ് വിദേശ് കെ അഗ്രഗണ്യ സമാചാർ പത്രവും കെ പ്രതിനിധി ദേശത്തിലെയും വിദേശത്തിലെയുമായിട്ടുള്ള വളരെ പ്രമുഖമായിട്ടുള്ള, അഗ്രഗണ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ പ്രതിനിധി പറഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, അന്താരാഷ്ട്രീയ സംഘടനവും കെ സഞ്ചാലക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, അന്താരാഷ്ട്രീയ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ, സംഘടനവും കെ സഞ്ചാലക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാരെ, നടത്തിപ്പുകാരെ, അങ്ങനെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതിൻ്റെ അർത്ഥം, അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ. പിന്നെ പാതിരി എന്ന് വെച്ചാൽ പ്രൈസ്റ്റ്, നമ്മൾ പുരോഹിതന്മാരെന്ന് പറയില്ലേ, പാസ്റ്റർ, പ്രൈസ്റ്റ് എന്ത് വേണോ പറയാം, ഗ്രന്ഥകാർ, ഓതേഴ്സ്, ലേഖക് എന്ന് തന്നെ പറയാം, ആദി ഇങ്ങനെയുള്ളതെല്ലാം ഗാന്ധിജി സെ മിൽനെ കെ ലിയെ ആത്തെ തെ ഇങ്ങനെയുള്ളവരെല്ലാം ഗാന്ധിജിയെ കാണാൻ വരുമായിരുന്നു അന്നത്തെ കാലത്ത്. ആ സമയത്ത് ये लोग खुद या इनके साथी संगी भी गांधी जी के साथ बातचीत को शॉर्ट हैंड में लिखा करते थे. അപ്പോൾ ഈ കാണാൻ വരുന്ന ആൾക്കാർ സ്വയം അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരാരെങ്കിലും പറഞ്ഞാൽ കൂടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരില്ലേ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്രട്ടറിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഗാന്ധിജിക്ക് സാത്ത് ബാത്ചീത് കോ ഗാന്ധിജിയുടെ കൂടെ സംസാരിക്കുന്നതിനെ മുഴുവനും ഷോർട്ട് ഹാൻഡ് മേ ലിഖാ കർത്തേ തെ ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കുമായിരുന്നു അവരെ. महादेव एक कोने में बैठे बैठे अपनी लंबी लिखावट में सारी चर्चा को लिखते रहते थे. എന്നാൽ മഹാദേവനോ एक कोने में बैठे बैठे ഒരു കോർണറിൽ പോയിരുന്ന് अपनी लंबी लिखावट में പറഞ്ഞില്ലേ മഹാദേവന് ഷോർട്ട് ഹാൻഡ് അറിയില്ല എന്ന്. അതുകൊണ്ട് അസാധാരണ അവർ പറയണത് എങ്ങനെയോ അതേപോലെ ഇംഗ്ലീഷിൽ തന്നെ മുഴുവനായിട്ടും, ഇംഗ്ലീഷോ ഹിന്ദിയോ എന്ത് വേണോ അങ്ങനെ മുഴുവനായിട്ടും സാരി ചർച്ചാക്കോ മുഴുവൻ ചർച്ചയും എന്തൊക്കെ ഡിസ്കഷൻ നടന്നു വെച്ചാൽ അതെല്ലാം ലിഖ്തേ രഹത്തെ എഴുതുമായിരുന്നു. മുലാഖാത്ത് കെ ലിയെ ആയേ ഹുയെ ലോഗ് അപ്നി മുക്കാം പർ ജാക്കർ കാണാൻ വേണ്ടിയിട്ട്, മുലാഖാത്ത് മീറ്റിംഗ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ തിരിച്ച് തൻ്റെ സ്ഥലത്തേക്ക് പോയി. അപ്നി മുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന സ്ഥലത്ത് തിരിച്ചു പോയി. ജാക്കർ സാരി ബാത്ചീത് കോ ടൈപ്പ് കർക്കെ ജബ് ഉസേ ഗാന്ധിജി കെ പാസ് ഓക്കെ കർവാനെ കെ ലിയെ പഹുഞ്ചത്തെ ഈ ബാത്ചീത്ത്, ഈ കൺവെർസേഷൻ ഇവർ തമ്മിൽ സംസാരിച്ചതെല്ലാം ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ അതെല്ലാം ഷോർട്ട് ഹാൻഡിൽ അവർ എഴുതിയെടുക്കും. അത് കഴിഞ്ഞ് പോയി അതിനെല്ലാം ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്ത് പിന്നെ ഉസെ ഗാന്ധിജിക്ക് പാസ് ഓക്കെ കർവാനെ കെ ലിയെ അതിനെ തിരിച്ച് ഗാന്ധിജിയുടെ അടുത്ത് ഓക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമായിരുന്നു. അതിൻ്റെ അർത്ഥം അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗാന്ധിജി അത് ചെക്ക് ചെയ്യുമായിരുന്നു. तो भले ही उनमें कुछ भूलें या कमियां खामियां मिल जाए ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഭൂലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, പറഞ്ഞാൽ മറന്നുപോയിട്ടുണ്ടാവും, എന്തെങ്കിലും ഗാന്ധിജി പറഞ്ഞത് വേഗം എഴുതിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സാവില്ല അങ്ങനെ, അല്ലെങ്കിൽ കാമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവുകൾ, അല്ലെങ്കിൽ കാമിയ ഇൻകംപ്ലീറ്റ് ആയിട്ട് അപൂർണതകൾ എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിലും ലേക്കിൻ എന്നാലും മഹാദേവ് की डायरी में या नोट बही में मजाल है कि कामा मात्र की भी भूल मिल जाए. പക്ഷേ മഹാദേവൻ്റെ ഡയറിയിൽ അല്ലെങ്കിൽ നോട്ടിൽ എന്താണ് ഒരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാവില്ല. കോമ മാത്ര കി ബി ഒരു കോമയുടെ വിട്ടുപോകൽ, ഒരു മിസ്സിങ്ങും കൂടി കാണാൻ കഴിയില്ല. ഗാന്ധിജി കഹത്തെ
മഹാദേവ് കെ ലിഖെ നോട്ട് കെ സാത്ത് തോടാ മിലാൻ കർ ലേനാ താ നാ. അപ്പോൾ ഗാന്ധിജി എന്താ പറയുക, ഗാന്ധിജിയുടെ അടുത്തത് കൊണ്ടുവരുന്ന സമയത്ത് മഹാദേവ് എഴുതിയ നോട്ടിൻ്റെ കൂടെ കുറച്ച് മിലാൻ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താരതമ്യപ്പെടുത്തി നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. അല്ല പറഞ്ഞാൽ നമ്മൾ അതും ഇതുമായിട്ട് ചെക്ക് ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുമായിരുന്നു. ഓർ ലോഗ് ദാന്തോൻ തലേ ഉംഗ്ലി ദബാക്കർ രഹ ജാത്തെ ഹേ. ദാന്തോൻ തലേ ഉംഗ്ലി ദബാന എന്ന് വെച്ചാൽ അതൊരു മുഹാവരയാണ്, ഈഡിയമാണത്. അതിൻ്റെ അർത്ഥം വളരെയധികം ആശ്ചര്യം തോന്നുക, ആശ്ചര്യപ്പെടുക, ആശ്ചര്യചകിത് ഹോന, ആശ്ചര്യ ഹോന, അല്ലെങ്കിൽ ദംഗ് രഹ ജാന എന്ത് വേണോ പറയാം. അപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും കറക്റ്റായിട്ട്, അതും ഷോർട്ട് ഹാൻഡ് അറിയാത്ത ഒരാൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ എഴുതിയെടുക്കുന്നത് കണ്ടിട്ട്, മഹാദേവ് എഴുതിയത് കണ്ടിട്ട്. लुई फिशर और गुंतर के समान धुरंधर लेखक अपनी टिप्पणियों का मिलान महादेव की टिप्पणियों के साथ करके. ലൂയി ഫിഷർ, ഗുന്തർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റും ഓത്തേഴ്സും ഒക്കെയാണ്, ഇംഗ്ലീഷിൻ്റെ തന്നെ. അപ്പോൾ അതുപോലുള്ള വലിയ വലിയ ആൾക്കാരെ പോലെ ദുരന്തർ ലേഖക് പറഞ്ഞാൽ അതുപോലുള്ള വലിയ വലിയ ഓത്തേഴ്സ്, ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ഓത്തേഴ്സിൻ്റെ പോലെ ദുരന്തർ എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലേഖകൻ, അപ്പനി ലേഖകർ ടിപ്പണിയോങ്ക മിലാൻ അവരുടെ ടിപ്പണി, അവരെഴുതിയിരിക്കുന്ന നോട്ട്സ് അതിൻ്റെ മിലാൻ മഹാദേവ് കി ടിപ്പണിയോं के साथ करके മാച്ച് ചെയ്തിട്ട്, മഹാദേവ് എഴുതിയ നോട്ട്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ വിട്ടിട്ടുണ്ടോ അങ്ങനെ നോക്കിയിട്ട് ഉന്നെ സുധാരേ ബിന, അത് സുധാരണ എന്ന് വെച്ചാൽ തെറ്റുകൾ തിരുത്തുക, ആ തെറ്റുകളൊക്കെ തിരുത്താതെ ഗാന്ധിജിക്ക് പാസ് ലേ ജാനെ മേ ഹിച്കിച്ചാത്തെ തേ, ഗാന്ധിജിയുടെ അടുത്ത് കൊണ്ടുപോകാൻ അവരൊക്കെ ഹെസിറ്റേറ്റ് ആവുമായിരുന്നു. സാഹിത്യക് പുസ്തകോं की तरह ही സാഹിത്യ പുസ്തകങ്ങൾ അഥവാ ലിറ്ററേച്ചർ, ആ പുസ്തകങ്ങൾ പോലെ തന്നെ महादेव वर्तमान राजनीतिक प्रवाहों और घटनाओं से संबंधित अद्यतन जानकारी वाली पुस्तकें भी पढ़ते रहते थे. വർത്തമാൻ രാജനീതിക് പ്രവാഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ്, അപ്പം നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും, പ്രവാഹോ ഓർ ഘട്നാവോ സംഭവങ്ങൾ, അങ്ങനെ പൊളിറ്റിക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും സംബന്ധിത് അദ്യതൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരെ ഉള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം അബ് തക്ക പറഞ്ഞാൽ ഇതുവരെയുള്ള, പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുവരെയുള്ള ജാൻകാരി വാലി പുസ്തകെ, ഇൻഫർമേഷൻ കിട്ടുന്ന പുസ്തകങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹിന്ദുസ്ഥാൻ സെ സംബന്ധിत देश विदेश की ताजी से ताजी राजनीतिक गतिविधियों और ഹിന്ദുസ്ഥാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ദേശവിദേശത്തിൻ്റെ താജി സെ താജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, റീസെൻ്റ്ലി ഉള്ള രാജനീതിക് ഗതിവിധിയോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓർ ചർച്ചാവും കി നയി സെ നയി ജാൻകാരി, പിന്നെ ചർച്ചകളുടെ ഡിസ്കഷൻസ് നടക്കുന്നതിൻ്റെ, എവിടെ എന്തൊക്കെ ഡിസ്കഷൻസ് നടക്കുന്നോ അതിനെ പറ്റിയിട്ടുള്ള നയി സെ നയി ഏറ്റവും പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജാൻകാരി ഇൻഫർമേഷൻ ഉൻകെ പാസ് മിൽ സക്തി തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടുമായിരുന്നു. സഭാओं में കമ്മിറ്റിयों की बैठकों में या दौड़ती रेलगाड़ियों के डिब्बों में, സഭകളിൽ പറഞ്ഞ സഭ കൂടിയിരിക്കുന്ന സമയത്ത്, കമ്മിറ്റികളുടെ മീറ്റിംഗ്സ് അഥവാ സിറ്റിങ്സ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ദോർത്തി റെയിൽഗാഡിയോ കെ ഡിബ്ബോ മേ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഡിബ്ബകളിൽ ഊപ്പർ കി ബർത്ത് പർ, ഏറ്റവും മുകളിലുള്ള ബർത്തിലിരിക്കുമ്പോൾ കൂടിയിട്ട് ठूस कर भरे अपने बड़े बड़े छोलों में, ठूस कर എന്ന് വെച്ചാൽ കുത്തി നിറയ്ക്കുക എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ കുത്തി നിറച്ച തൻ്റെ ആ വലിയ വലിയ ജോല എന്ന് വെച്ചാൽ സഞ്ചികൾ അല്ലെങ്കിൽ ബാഗുകൾ, ആ സഞ്ചി ബാഗുകളിൽ വെച്ചിട്ടുള്ള താജെ സമാചാർ പത്ര, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആ ന്യൂസ് പേപ്പർ, മാസിക് പത്ര, മാസികകൾ, ഓർ പുസ്തകേം പഠിത്തേ രഹത്തെ, പിന്നെ വേറെ പുസ്തകങ്ങളും വായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അഥവാ യങ് ഇന്ത്യ ഓർ നവജീവൻ കെ ലിയെ ലേഖ് ലിഖ്തേ രഹത്തെ, അല്ലെങ്കിലോ യങ് ഇന്ത്യ, നവജീവൻ, 2 മാസികകളുണ്ട് പറഞ്ഞില്ലേ, 2 ജേർണൽസ്, അതിലേക്ക് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. लगातार चलने वाली यात्राओं, कंटिन्यू ആയിട്ട് നടക്കുന്ന ഈ യാത്രകൾ, हर स्टेशन पर दर्शनों के लिए इकट्ठा हुई जनता के विशाल समुदायों, എല്ലാ സ്റ്റേഷനിലും ദർശനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കൂടുന്ന ജനങ്ങളുടെ പറഞ്ഞാൽ വിശാല സമുദായങ്ങളുടെ കൂട്ടങ്ങൾ, സഭകൾ, മുലാഖാത്തോ മീറ്റിംഗ്സ്, ബൈഠക്കോ സിറ്റിംഗ്സ്, ചർച്ചകൾ അഥവാ ഡിസ്കഷൻസ്, ഓർ ബാത്ചീത്തോं के बीच, പിന്നെ വേറെ ബാത്ചീത്ത് കൺവെർസേഷൻ, വേറെ
സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ വേ സ്വയം കബ് ഖാത്തെ കബ് നഹാത്തെ കബ് സോത്തെ യാ കബ് അപ്പനി ഹാസത്തെ റഫ കർത്തെ. അദ്ദേഹം സ്വയം ഈ പണികളുടെ ഇടയിൽ എപ്പോൾ കഴിക്കുന്നുവോ, എപ്പോൾ കുളിക്കുന്നുവോ, എപ്പോൾ ഉറങ്ങുന്നുവോ, എപ്പോൾ തൻ്റെ ഹാസത്തെ റഫ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഥമിക കാര്യങ്ങളെ വാഷ്റൂമൊക്കെ പോവാതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പണികളൊക്കെ എപ്പോൾ ചെയ്യുന്നുവോ, കിസിക്കോ ഇസ്ക കോയി പതാ നഹി ചൽ പാത്ത, ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. വേ ഏക് ഘണ്ടെ മേ 4 ഘണ്ടോं के കാം നിപ്റ്റാദേത്തെ, അദ്ദേഹം 1 മണിക്കൂറിൽ 4 മണിക്കൂറിൻ്റെ പണികൾ ചെയ്തു തീർക്കും. നിപ്റ്റാദേത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു തീർക്കും. കാം മേ രാത് ഓർ ദിൻ കെ ബീച്ച് കോയി ഫറക് ഷായദ് ഹി കബി രഹത്താ ഹോ, പണി എന്ന് വെച്ചാൽ ആ പണികളുടെ ഇടയിൽ രാത്രി പകല് എന്നുള്ള വ്യത്യാസം ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. വേ സൂത്ത് ബി ബഹുത് സുന്ദർ കാത്തത്തെ തെ, സൂത്ത് കാത്തന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിന്നിങ്, ത്രെഡ് ഉണ്ടാക്കില്ലേ നമ്മൾ, കോട്ടണിൽ നിന്ന് ത്രെഡ് ഉണ്ടാക്കുക, ത്രെഡിൽ നിന്ന് പിന്നെ തുണി ഉണ്ടാക്കില്ലേ, അതാണ് സൂത്ത് കാത്തന. അപ്പോൾ അതും അദ്ദേഹം നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഇത്തിനി സാരി വ്യവസ്ഥാവും കെ ബീച്ച് ഭി, ഇത്രയും വ്യവസ്ഥകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ടും അദ്ദേഹം വേ കാത്തന കബി ചൂക്തെ നഹീത്തെ, ഈ സൂത്ത് കാത്തന, ഈ സ്പിന്നിങ്ങിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് മാറാറില്ലായിരുന്നു. बिहार और उत्तर प्रदेश के हज़ारों मील लंबे मैदान गंगा, यमुना और दूसरी नदियों के परम उपकारी. ബീഹാറും ഉത്തർപ്രദേശിൻ്റെയും ആയിരക്കണക്കിന് മൈൽ ലംബ നീളത്തിലുള്ള ആ മൈതാനം ഗംഗയുടെയും യമുനയുടെയും പിന്നെ വേറെ നദികളുടെയും പരം ഉപകാരപ്രദമായിട്ടുള്ള സോനേക്ക് കീമത്ത് വാലെ ഗാദ് കെ ബനെ ഹേ, സ്വർണത്തിൻ്റെ വിലയുള്ള ഗാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൽച്ചട്ട് അഥവാ ഗാഡി ചീസ് എന്ന് കൊടുത്തിട്ടുണ്ട് മീനിങ്. അതിൻ്റെ അർത്ഥം കീച്ചട്, ചെളി പറഞ്ഞാൽ അത് ഉപയോഗപ്രദമായിട്ടുള്ളതാണ്, അതാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഉണ്ടായതാണ്, അവിടെ മുഴുവൻ അതുകൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. പറഞ്ഞാൽ കുറേ 1000 മൈലുകളോളം. आप 100 कोस चल लीजिए, रास्ते में सुपारी फोड़ने लायक एक पत्थर भी नहीं मिलेगा, कहीं मिलेगा नहीं. ഇനി നിങ്ങൾ 100 കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ആണ് കേട്ടോ, മേലെ കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം നിങ്ങൾ 100 കോസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും രാസ്തേമേ വഴിയിൽ സുപ്പാരി ഫോഡ്നെ ലായക്ക്, സുപ്പാരി എന്ന് വെച്ചാൽ അടയ്ക്ക പൊട്ടിക്കാൻ മാത്രമുള്ള ഒരു കല്ലും കൂടി അവിടെ കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ ഉദാഹരണങ്ങളാണ് ലേഖകൻ പറയുന്നത്. പിന്നെ മഹാദേവിൻ്റെ സ്വഭാവത്തിനെ പറ്റിയിട്ട്, സ്വഭാവ ഗുണങ്ങൾ സവിശേഷതകളെ പറ്റിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. പറഞ്ഞാൽ ദൂരെ വരെ ഒന്നും ഒരു കല്ലും കൂടി കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ തന്നെ വളരെ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള ആളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസി തര ഇതുപോലെ മഹാദേവ് കെ സമ്പർക്ക് മേ ആനെ വാലെ കിസി കോ ഭി ठेस या ठोकर की बात तो दूर रही, खुरदरी मिट्टी या कंकरी भी कभी चुपती नहीं थी. അപ്പോൾ ഇതേപോലെ തന്നെ മഹാദേവിൻ്റെ സമ്പർക്കത്തിൽ വരുന്ന ആൾക്കാർ, മഹാദേവിൻ്റെ കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാർക്ക് ठेस या ठोकर की बात तो दूर, ठेस ठोकर എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ, തക്ലീഫ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് വരില്ല. ദൂർ രഹി പറഞ്ഞാൽ അതൊക്കെ ദൂരെ. അതുകൂടാതെ ഖുർദരി മിട്ടി പറഞ്ഞാൽ കര എന്നുള്ള മണ്ണ്, അല്ലെങ്കിൽ കങ്കരി കല്ലുകൾ, കിബി ചുപ്തി നഹി തി, അതുകൂടിയിട്ട് കുത്തില്ല. ചുബന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര സോഫ്റ്റ്, അത്ര നല്ലതായിരിക്കും. അതുപോലെയാണ് മഹാദേവിൻ്റെ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. ഉൻകി നിർമ്മൽ പ്രതിഭ ഉൻകെ സമ്പർക്ക് മേ ആനെ വാലെ വ്യക്തി കോ ചന്ദ്ര ശുക്ര കി പ്രഭ കെ സാത്ത് ദൂതോ നെഹ്ലാ ദേത്തി തി, അദ്ദേഹത്തിൻ്റെ നിർമ്മലമായിട്ടുള്ള വളരെ നല്ല പ്രതിഭ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം ഉൻകെ സമ്പർക്ക് മേ ആനെ വാലെ വ്യക്തിക്കോ, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റിൽ വരുന്ന വ്യക്തികൾക്കും ചന്ദ്രശുക്ര കി പ്രഭ കെ സാത്ത്, ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ആ പ്രഭ എന്ന് വെച്ചാൽ ആ തിളക്കം, ചമക്ക്, അതോടുകൂടി ആ തിളക്കത്തോടുകൂടി ദൂതോ നെഹ്ലാ ദേത്തി ഹേ, ദൂതോ നെഹ്ലാദേന വെച്ചാൽ പാലിൽ കുളിപ്പിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയ്ക്ക് പ്രകാശത്തോടെ, അത്രയ്ക്ക് നല്ല ഗുണങ്ങളോടുകൂടിയുള്ളതാകും. ഉസ്മേ സരോബാർ होने वाले के मन से उनकी इस मोहिनी का नशा कई दिन तक उतरा न था. ഉസ്മേ സരോബർ ഹോനെ വാലെ, അപ്പോൾ അതുപോലുള്ള ആ പ്രഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ അതുപോലുള്ള നല്ല സ്വഭാവത്തിൻ്റെ പ്രഭാവത്തിൽ, സരോബർ ഹോന വെച്ചാൽ ഡൂബ്ന എന്ന് വെച്ചാൽ മുങ്ങ, അങ്ങനെ മുങ്ങി വരുന്ന ആൾക്കാരുടെ മനസ്സ്,
മനസ്സേ ഉൻകി മനസ്സിൽ അങ്ങനെ മുങ്ങി വരുന്ന അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരുടെ മനസ്സ് അതിൻ്റെ അർത്ഥം. ഉൻകി ഇസ് മോഹിനിക്ക നശ ഈ മോഹിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ ആ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഹാങ് ഓവർ നശ എന്ന് വെച്ചാൽ കൈ ദിൻ തക്ക് ഉത്തർത്താ നഥ കുറേ ദിവസങ്ങളോളം അത് പോവുകയേ ഇല്ല, അതേപോലെ തന്നെ നിൽക്കും. महादेव का समूचा जीवन और उनके सारे कामकाज गांधी जी के साथ एक रूप होकर इस तरह गुंद गए थे. മഹാദേവിൻ്റെ സമൂച്ച ജീവൻ ഹോൾ സമൂച്ച എന്ന് വെച്ചാൽ എൻറ്റയർ മുഴുവൻ ജീവിതവും ഉൻകെ സാരെ കാംകാജ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പണികളും ഗാന്ധിജിക്ക് സാത്ത് ഏക് റൂപ് ഹോക്കർ ഗാന്ധിജിയുടെ കൂടെ കൂടിച്ചേർന്ന് ഇസ് തറ ഗുന്ത് ഗയെ പറഞ്ഞാൽ എങ്ങനെ ഗുന്ത് ഗയെ പറഞ്ഞാൽ മിക്സ് ആയിപ്പോയി, നമ്മൾ കൂട്ടിക്കുഴഞ്ഞു പോവുക പറയില്ല അങ്ങനെ പറഞ്ഞാൽ അത് രണ്ടും അതുപോലെ നല്ലോണം അങ്ങനെ മിക്സ് ആയിപ്പോയിട്ടുണ്ട് രണ്ടുപേരുടെയും കൂടിയുള്ള ആ കോണ്ടാക്റ്റ്. കി ഗാന്ധിജി സെ അലഗ് കർക്കെ അക്കേലെ ഉൻകി കോയി കൽപ്പന കി നഹി ജാ സക്തി തി ഗാന്ധിജിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പണിയെ പറ്റിയിട്ടും ഇമാജിൻ ചെയ്യാനേ സാധിക്കില്ല. അത്രയ്ക്ക് അവർ രണ്ടുപേരുടെയും കൂടിയുള്ള സമ്പർക്കം അത്രയ്ക്ക് നല്ലതാണ്, അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നാണ് പറയുന്നത്. ഗുത്ന എന്ന് പറഞ്ഞാൽ മിക്സിങ് കേട്ടോ. നമ്മളിപ്പോൾ ആട്ട ഗുത്ന പറയും, ആട്ട കുഴയ്ക്കുക എന്നുള്ളതിന് ആട്ട ഗുത്ര എന്നാണ് പറയുക. നീഡിങ് KNEAD നീഡ്. कामकाज की अनवरत വ്യവസ്ഥതാओं के बीच कोई कल्पना भी न कर सके ഈ പണികളുടെ ഇടയിൽ അനവരത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഗാത്താർ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അപ്പോൾ ലഗാത്താർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പണികൾ വ്യവസ്ഥതാവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപഴകൽ എന്ന് പറയും നമ്മൾ. ഇതിൻ്റെ മുന്നേ വന്നു പക്ഷേ മീനിങ് പറയാൻ വിട്ടുപോയി തോന്നുന്നുണ്ട്. ഇപ്പോൾ വ്യവസ്ഥതാവോ എന്ന് വെച്ചാൽ ഒരുപാട് കോണ്ടാക്റ്റ് ഇല്ലേ ഇവർക്ക്, ഒരുപാട് ആൾക്കാർ വരലും സംസാരിക്കലും ആ ഇടപഴകണ അതിൻ്റെ ഇടയിൽ കോയി കൽപ്പന ബി ന കർ സക്കെ നമ്മൾ ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇസ് തറ സമയ നിക്കാൽ കർ ലിഖി ഗയി ദിൻ പ്രതിദിൻ കി ഉൻകി ഡയറി കി ഇതുപോലെ ഉള്ള ഷെഡ്യൂളിൽ നിന്ന് അദ്ദേഹം കഷ്ടപ്പെട്ട് സമയമെടുത്ത് ദിൻ പ്രതിദിൻ കി ഉൻകി ഡയറി ഡേ ടു ഡേ എഴുതിയ ആ ഡയറി വേ അൺഗിനത്ത് അഭ്യാസ് പുസ്തകം പിന്നെ അതുകൂടാതെ അൺഗിനത്ത് ജോ ഗിനാ ന ജായ് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത അത്രത്തോളം അഭ്യാസ് പുസ്തകങ്ങൾ ആജ് ബി മൗജൂദ് ഇന്നും അവൈലബിൾ ആണ്, ഇന്നും ഉണ്ട്. പ്രഥം ശ്രേണി കി ശിഷ്ട പ്രഥം ശ്രേണി എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്, ശിഷ്ട എന്ന് വെച്ചാൽ സഭ്യത നല്ല ശീലങ്ങൾ പറഞ്ഞാൽ നല്ല ശ്രേണിയിലുള്ള സഭ്യത നല്ല ശീലങ്ങൾ നല്ല സ്വഭാവങ്ങൾ. സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാഷ മനോഹാരി ലേഖൻ ശൈലി മനോഹരമായിട്ടുള്ള ലേഖന ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള കഴിവ്. കി ഈശ്വരീയ ദേൻ ഇതെല്ലാം ഗോഡ് ഗിഫ്റ്റായിട്ട് മഹാദേവിന് കിട്ടിയിട്ടുണ്ട്, മഹാദേവ് കോ മിലീത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഹാദേവിൻ്റെ ഗുണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. യദ്യപി ഗാന്ധിജി के पास पहुंचने के बाद घमासान लड़ाइयों आंदोलनों और समाचार पत्रों की चर्चाओं के भीड़ भरे प्रासंगों के बीच എങ്ങാനും ഗാന്ധിജിയുടെ അടുത്ത് എത്തിയതിന് ശേഷം ഘമാസാൻ ലഡായി ഫൈറ്റിങ്സ് വഴക്കുകൾ ആന്തോളനോ വിപ്ലവങ്ങൾ और समाचार पत्रों की चर्चाओं के भीड़ भरे प्रासंगों ന്യൂസ് പേപ്പറിലുള്ള ചർച്ചകളുടെ അതിൻ്റെ ഡിസ്കഷൻസോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതിൻ്റെ ഭീഡ് വരെ പ്രാസംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ തീംസ് എന്തെങ്കിലും പറയാം. അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ച അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ കേവൽ സാഹിത്യക് ഗതിവിധിയും കെലിയെ ഉനെ കഭി സമയം നഹി മില. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. ഫിർ ഭി ഗാന്ധിജി കി ആത്മകഥ സത്യക്കെ പ്രയോഗ് കാ അംഗ്രേസി അനുവാദ് ഉന്നോനെ കിയ. എന്നിട്ടും ഗാന്ധിജിയുടെ ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫിയായ സത്യക്കെ പ്രയോഗ് എന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് അതിനെ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അനുവാദം ചെയ്തു അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരെ ട്രാൻസ്ലേറ്റ് ചെയ്തത്? महादेव जी, जो नवजीवन में प्रकाशित होने वाले मूल गुजराती की तरह हर हफ्ते യങ് ഇന്ത്യ മേ ചപ്താ രഹ. അപ്പോൾ ഈ പറഞ്ഞ സത്യക്കെ പ്രയോഗ് എന്നത് നവജീവനിലും വീക്ക്ലി വീക്ക്ലി വൺസ് ഉള്ളതാണ് നവജീവൻ. അത് എല്ലാ വീക്കിലും അതിൽ പബ്ലിഷ് ആവുമായിരുന്നു. അതേപോലെ തന്നെ യങ് ഇന്ത്യയിലും ഇത് പബ്ലിഷ് ചെയ്ത് വന്നു. ഒരു വീക്ക് കുറച്ചുണ്ടാവും, പിന്നെ അടുത്ത വീക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ, പിന്നെ അടുത്ത വീക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ, അങ്ങനെ യങ് ഇന്ത്യയിലും അത് പബ്ലിഷായി വന്നു. बाद में पुस्तक के रूप में उसके अनगिनत संस्करण सारी दुनिया के देशों में प्रकाशित हुए और बिके. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മുഴുവനായിട്ടും ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് അൺഗിനത് സംസ്കരൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്ര സംസ്കരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിപ്പുകൾ അഥവാ വെർഷൻ
പല രാജ്യങ്ങളിലായി ലോകമെമ്പാടും പബ്ലിഷായി വിറ്റഴിക്കപ്പെട്ടു. सन 1934-35 में गांधी जी वर्धा के महिला आश्रम में और मगनवाड़ी में रहने के बाद 1934-35 ഗാന്ധിജി വർധ എന്ന സ്ഥലത്തുള്ള മഹിളാ ആശ്രമത്തിലും പിന്നെ മഗൻവാടിയിലും താമസിച്ചതിൻ്റെ ശേഷം അച്ചാനക് പെട്ടെന്ന് മഗൻവാടി സെ ചൽക്കർ സേഗാവ് കി സർഹദ് പർ എക് പേഡ് കെ നീച്ചെ ജാ ബൈഠെ. മഗൻവാടിയിൽ നിന്ന് പോയി സേഗാവ് എന്ന സ്ഥലത്ത് സർഹദ് പർ പറഞ്ഞാൽ അതിൻ്റെ ബോർഡറിൽ, അതിലെ എൻഡ് അല്ലെങ്കിൽ എഡ്ജ് അറ്റത്ത് ഒരു മരത്തിൻ്റെ താഴെ പോയി താമസിക്കാൻ തുടങ്ങി. ഉസ്കെ ബാദ് വഹാ ഏക് ദോ ഝോപ്പടെ ബനെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ 1-2 കുടിലുകൾ കെട്ടി. ഝോപ്പട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹട്ട് കെട്ടി. അതിൻ്റെ ശേഷം ഫിർ ധീരെ ധീരെ മക്കാൻ ബൻകർ തയ്യാർ ഹുയെ. പിന്നെ പതുക്കെ പതുക്കെ അവിടെ ബിൽഡിങ് കെട്ടപ്പെട്ടു. തബ് തക് മഹാദേവ് ഭായി ദുർഗാ ബഹൻ ഓർ ചിരഞ്ജീവി നാരായൺ കെ സാത്ത് മഗൻവാടി മേ രഹെ. അപ്പോൾ വരെ മഹാദേവ് ഭായി ദുർഗാ ബഹനും പിന്നെ നാരായണൻ്റെയും കൂടെ മഗൻവാടിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. വഹി സേവേ വർധ കി അസഹ്യ ഗർമി മേ റോജ് സുബഹ പൈദൽ ചൽക്കർ സേവാഗ്രാം പहुंचते थे. അദ്ദേഹം അവിടുന്ന് വർധാക്കി അസഹ്യ ഗർമിമേ, ഈ വർധ പറഞ്ഞ സ്ഥലത്ത് വളരെയധികം ചൂട് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഡെയിലി രാവിലെ നടന്ന് സേവാഗ്രാം വരെ ഗാന്ധിജിയുടെ അടുത്ത് എത്തുമായിരുന്നു. പറഞ്ഞാൽ ഗാന്ധിജി സേവാഗ്രാമിൽ താമസിക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ ഗാന്ധിജിയുടെ അടുത്തേക്ക് വരണമല്ലോ. അപ്പോൾ അങ്ങനെ ദിവസവും നടന്ന് ഈ പിന്നെ വെയിൽ അല്ലെങ്കിൽ ചൂടിൽ വരുമായിരുന്നു. വഹാൻ ദിൻ ഭർ കാം കർക്കെ ഷാം കോ വാപ്പസ് പൈദൽ ആത്തെ തേ. പിന്നെ അവിടെ ദിവസം മുഴുവനും പണി ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് അതേപോലെ നടന്ന് പോകുമായിരുന്നു. ജാത്തെ ആത്തെ പൂരെ 11 മീൽ ചലത്തെ തേ. അപ്പോൾ പോകലും വരലും ആയിട്ട് മുഴുവൻ 11 മൈൽ ഒരു ദിവസം അദ്ദേഹം നടക്കുമായിരുന്നു. ആര്? മഹാദേവ് ജി. റോജ് റോജ് കാ യഹ് സിൽസില ലംബെ സമയ തക് ചല. ഈ ഡെയിലിയുള്ള ഈ സിൽസില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യം, അതിനെയാണ് സിൽസില എന്ന് പറയുക. അത് ലംബെ സമയ തക് ചല, കുറേ കൂടുതൽ കാലയളവ് അങ്ങനെ തന്നെ കടന്നുപോയി. കുൽ മിലാക്കർ ഇസ്ക ജോ പ്രതികൂൽ പ്രഭാവ് പട. ആകെ മൊത്തം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതികൂലമായിട്ടുള്ള എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഉൻകി അകാൽ മൃത്യു കെ കാരണോ മേ വഹ് ഏക് കാരൺ മാനാ ജാ സക്താ ഹെ. അദ്ദേഹത്തിൻ്റെ അകാല മൃത്യുവിൻ്റെ കാരണങ്ങളിൽ ഇതൊരു കാരണമായിട്ട് വിശ്വസിക്കുന്നു. പറഞ്ഞാൽ മരിക്കേണ്ട വയസ്സും സമയമൊന്നും ആയിട്ടില്ല അല്ല, അതുമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നിട്ടും മരിച്ചു. അപ്പോൾ നമ്മൾ പറയില്ല എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ മരിക്കാൻ, അപ്പോൾ അങ്ങനെ അതൊരു കാരണമായിട്ട് വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ സ്മോത്ത് കാ ഘാവ്, ഈ മരണത്തിൻ്റെ ആ മുറിവ് ഗാന്ധിജിക്ക് ദിൽ മേ ഉൻകെ ജീത്തെ ജി ബനാഹി രഹ. ഗാന്ധിജിയുടെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഒരു മുറിവ് ഉണ്ടായിരുന്നു. വേ ഭർതൃഹരി കെ ഭജൻ കി യഹ് പങ്ക്തി ഹമേശ ദോഹരാത്തെ രഹേ. അദ്ദേഹം അതുകൊണ്ട് ആരെ? ഗാന്ധിജി ഭർതൃഹരി സംസ്കൃതത്തിലെ ഒരു ഫേമസ് പോയിറ്റാണ്, കവിയാണ്. ആ കവിയുടെ ഭജനിലുള്ള ഈ ലൈൻസ് ഗാന്ധിജി എന്നും പാടിക്കൊണ്ടേയിരിക്കും. ആ ലൈൻസ് ഏതാണ്? ഏ രേ ജക്കം ജോഗെ നഹി ജഷേ യഹ് ഘാവ് കഭി योग से बरेगा नहीं. ഇതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. മനസ്സിലുള്ള ആ മുറിവ് എന്ത് ചെയ്താലും മാഞ്ഞു പോവില്ല. ബാദ് കെ സാലോമേ, പിന്നെയുള്ള വർഷങ്ങളിൽ പ്യാരിലാൽ ജി സെ കുച്ച് കെഹന ഹോത്ത, പ്യാരിലാൽജിയുടെ അടുത്ത് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മഹാദേവ് ജിയുടെ ശേഷം പ്യാരിലാൽജി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. और ഗാന്ധിജി ഉनको ബുലാത്തെ തോ, ഗാന്ധിജി അദ്ദേഹത്തിനെ വിളിക്കുകയാണെങ്കിൽ ഉസ് സമയ ബി അനായാസ്, ആ സമയത്തും അനായാസമായി, അത് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് ഉൻകെ മൂസെ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, ഗാന്ധിജിയുടെ വായിൽ നിന്ന് മഹാദേവ് ഹി നിക്കൽത്ത, മഹാദേവ് എന്ന പേരാണ് വരിക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.